അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഹമീദ് ഫൈലി അമ്പലക്കട ഉസ്താദ് പുറത്തുവിട്ടിരിക്കുന്നത്. കേട്ടപ്പോൾ തന്നെ അത്യധികം ഞെട്ടലാണ് ഉണ്ടാക്കിയത്, അത്ഭുതമാണ് തോന്നിയത്. CIC എന്ന് പറഞ്ഞാൽ, അതിന്റെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യ പകർന്നു കൊടുക്കുന്ന സ്ഥാപനമാണ്, വിദ്യ പകരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഒരു സമൂഹത്തെ ഉത്തമ സംസ്കാരത്തിന്റെ വാക്താക്കളാക്കി മാറ്റാൻ പരിശ്രമിക്കുന്ന പ്രവർത്തനങ്ങളാണ് CIC എന്ന സംഘടനയിലൂടെയും അതിന്റെ സ്ഥാപനത്തിലൂടെയും മുസ്ലിം സമുദായം പ്രതീക്ഷിക്കുന്നത്. കാരണം അതൊരു ഭൗതിക കലാലയം മാത്രമല്ല. ഭൗതിക കലാലയങ്ങളിലൊക്കെ നാം കേട്ടിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടത്തിയിട്ടുള്ളത്, കൊലപാതകം നടത്തിയിട്ടുള്ളത്, അക്രമങ്ങൾ അയച്ചുവിട്ടിട്ടുള്ളത്, പീഡനങ്ങളും ബലാത്സംഗങ്ങളും നാം കേട്ടറിഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ അതൊരു ഞെട്ടലുളവാക്കിയെങ്കിലും, ആ വിഷയത്തിൽ വിഷമം തോന്നിയെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ വിദ്യാർത്ഥികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ കീഴ്ഘടകങ്ങളായി വിദ്യാർത്ഥി സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി കലാലയങ്ങളിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേട്ടറിഞ്ഞപ്പോൾ, അനുഭവിച്ചറിഞ്ഞപ്പോൾ നമുക്കതിൽ പ്രയാസം തോന്നിയില്ല, അത്ഭുതം തോന്നിയില്ല. എന്നാൽ CIC സ്ഥാപനങ്ങളും CICയും കേവലം ഒരു ഭൗതിക സ്ഥാപനമല്ല, ഭൗതിക പ്രസ്ഥാനവുമല്ല. ഉത്തമ സമൂഹത്തിന്റെ വക്താക്കളായി, ഉത്തമ സംസ്കാരത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഭൗതിക കലാലയങ്ങളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഭൗതികവും അഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കാൻ CICയെ പോലെയുള്ള സംഘടനകൾ രൂപീകരിച്ചിട്ടുള്ളത്. ആദ്യം അമ്പലക്കടവ് ഹമീദ് ഫൈലി പറഞ്ഞത് കേട്ടപ്പോൾ ഏതോ ഭൗതിക കലാലയത്തിലുള്ള ചരിത്രമാണ്, സംഭവമാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നിപ്പോയി. സ്വന്തം ഗുരുനാഥന്മാർ, സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ തങ്ങൾക്കെതിരെ പ്രതികരിച്ചാൽ സ്റ്റേജിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് മാത്രമല്ല, കൊന്നതിന് ശേഷം അവശിഷ്ടങ്ങൾ പട്ടിക്കിട്ട് കൊടുക്കുമെന്ന് പറയാൻ മാത്രം അധപ്പതിച്ചു പോയ ഒരു സമൂഹമായി മാറിയിരിക്കുന്നുവോ വാഫി ബിരുദമെടുത്തവർ, വഫിയ ബിരുദമെടുത്തവർ, അദബും മര്യാദയും പഠിക്കേണ്ടവർ, അത് പഠിപ്പിക്കേണ്ടവർ അവരുടെ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നത് സ്വന്തം ഗുരുനാഥന്മാരെ കടുത്തറുത്ത് കൊലപ്പെടുത്താനാണോ പഠിപ്പിക്കുന്നത്? മാത്രവുമല്ല, സ്വന്തം ഗുരുനാഥന്മാർക്ക് നേരെ വ്യക്തിഹത്യ നടത്താനും അവരെ തെറി പറയാനും അവരെ ചീത്ത പറയാനുമാണോ പഠിപ്പിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഒരൽപ്പം ദീനി ബോധമുള്ളവർ മാത്രമാണ് ഭൗതിക അഭൗതിക സമന്വയ കലാലയങ്ങളിൽ തന്റെ കുട്ടികളെ ചേർക്കാറുള്ളത്. എന്തിനു വേണ്ടിയാണ് അവർ ചേർക്കുന്നത്? ആ കുട്ടികൾ നന്നായി വരണം, ഗുരുനാഥന്മാരെ ആദരിക്കുന്നവരാകണം, തങ്ങന്മാരെ ആദരിക്കുന്നവരാകണം, മുതിർന്നവരെ ആദരിക്കുന്നവരാകണം, ഇളയവരോട് സ്നേഹമുള്ളവരാകണം, ദീനീ ചിട്ടയിൽ അതബോടെയും കുരുത്തത്തോടെയും ജീവിക്കുന്നവരാവണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ആ കുട്ടികളാണ് സ്വന്തം ഗുരുനാഥന്മാർക്ക് നേരെ കടാരയോങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ഗുരുനാഥന്മാരെ തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം ഗുരുനാഥന്മാരെ തെറി വിളിക്കുന്നത്. ഇത്രമാത്രം അധപ്പതിച്ചു പോകാൻ എന്താണ് കാരണം? അതിനുത്തരവാദി അവിടുത്തെ അധ്യാപകർ തന്നെയാണ്, ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെയാണ്. അവർ പഠിപ്പിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് ആ കുട്ടികൾ ആ വിധത്തിലായിരിക്കുന്നത്. EK സമസ്തയുടെ സമുന്നതനായ സ്വാത്വികനായ, ഇന്ന് കേരളത്തിൽ തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനാണ് MT ഉസ്താദ് അവர்கள். ആ MT ഉസ്താദിനെ MT എന്നാണ് പറഞ്ഞത്.
അഥവാ MT ഉസ്താദിന്റെ തലയിലൊന്നുമില്ല, ശൂന്യമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. CIC സംഘടനയും അതിന്റെ ജനറൽ സെക്രട്ടറിയായ ആദിർശേരിയും കൂട്ടുപിടിച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ, അവരെ എങ്ങനെ തകർക്കാൻ കഴിയുമോ അതിനുവേണ്ടി കോപ്പ് കൂട്ടുന്ന, അതിനുവേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മീഡിയ വണ്ണിനെയും മാധ്യമ പത്രത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് സമസ്ത നേതാക്കൾക്കെതിരെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദ് അവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2002 സമസ്ത CICയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും അവരുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതറിഞ്ഞ് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓടിയെത്തിക്കൊണ്ട് സമസ്തയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ബന്ധം ഉപേക്ഷിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CICയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ലെറ്റർ പേഡിൽ പല തീരുമാനങ്ങളും എഴുതി കൊടുത്തു. എന്നാൽ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ തീരുമാനങ്ങൾക്ക് പ്രസിഡന്റ് എന്ന നിലക്കോ തങ്ങൾ എന്ന നിലക്കോ യാതൊരു വിലയും കൽപ്പിച്ചില്ല. അങ്ങനെ പലപ്പോഴും പാണക്കാട് തങ്ങന്മാരെടുത്ത തീരുമാനം CIC വലിച്ചെറിയുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ തീരുമാനം വലിച്ചെറിയുകയായിരുന്നു. ഒരു സംഘടനയാകുമ്പോൾ പല എതിർപ്പുകൾ ഉണ്ടാകാം, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അതൊക്കെ പരിഹരിക്കേണ്ടത് ചർച്ചകളിലൂടെയാണ്. സമുദായത്തിന്റെ നേതാക്കന്മാർക്ക് വഴിപ്പെട്ടുകൊണ്ട് ചില വിട്ടുവീഴ്ചകളിലൂടെയാണ്. എന്നാൽ അതിനൊന്നും തയ്യാറാകാത്ത ഒരു വ്യക്തിത്വമാണ് CICയുടെ ജനറൽ സെക്രട്ടറിയായ ആദിർശേരി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അയാൾ തന്നെയാണ് വലുത്, അയാൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് വലുത്. മറ്റാരും അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. വഹാബികൾക്ക് വേണ്ടി കോലൂത്ത് നടത്താൻ, ജമാഅത്തെ ഇസ്ലാമി പോലത്തെ പുത്തൻവാദികൾക്ക് വേണ്ടി അവരുടെ ആദർശങ്ങൾ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് CICയുടെ സ്ഥാപനങ്ങളായിട്ടാണ് അയാൾ കൊണ്ടുപോകുന്നത്. EK വിഭാഗം സമസ്തയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും പാടില്ല. അവരൊക്കെ വളരെ മോശക്കാരാണ്. അവരെയൊന്നും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല. അവരെയൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഫേസ്ബുക്കുകളിലൂടെയും തന്റെ വിദ്യാർത്ഥികളാകുന്ന, തന്റെ ശിഷ്യരാകുന്ന ഉത്തമ സംസ്കാരത്തിനു വേണ്ടി, ഉത്തമ സംസ്കാരത്തിന്റെ വാക്താക്കളാക്കിയെടുക്കാൻ വേണ്ടി അവിടെ ചേർക്കപ്പെട്ടിട്ടുള്ള മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് തനി രാഷ്ട്രീയക്കാരന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് തന്റെ ഗുരുനാഥന്മാരടക്കമുള്ള സമസ്തയിലെ ഉസ്താദുമാരെ എതിരാളികളാക്കിക്കൊണ്ട് ചീത്ത പറയുകയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയും വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അവരുടെ അഭിമുഖം കേൾക്കാം. ആദ്യമായി CIC സമസ്ത തർക്ക വിഷയത്തിൽ ഹമീദ് ഫൈലിയെ കുറിച്ച് ആരോപണം ഉന്നയിച്ചതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസങ്ങളായി CIC വിഷയം പരിഹരിക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തി മധ്യസ്ഥന്മാർ മുഖേന പ്രഖ്യാപിക്കാനിരിക്കെ നിങ്ങളുടെ ഒരു പരാമർശം വല്ലാതെ അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അഥവാ അതിൻ്റെ കൺവീനറെക്കുറിച്ചും പുതുതായി നിയമിക്കപ്പെട്ട കൺവീനറെക്കുറിച്ചും കരിമൂർഖൻ പ്രയോഗം നടത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ വസ്തുത എന്താണ്? കുറേ കാലമായി MP ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റിവെക്കാറാണ് പതിവ്. അതിന് സത്യത്തിൽ ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥ ചോദിച്ചു വളരെ നന്നായി. അതായത് കഴിഞ്ഞ 2023 ഫെബ്രുവരി മാസം, ഏകദേശം 1.5 വർഷം കഴിഞ്ഞു, മോയിൻകുട്ടി മാഷ് ഉണ്ടല്ലോ, സംസ്ഥാന മാനേജർ, മൂപ്പറും ഞാനും ഈ CIC വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതിങ്ങനെ അഭിപ്രായ വ്യത്യാസം തുടരുകയാണല്ലോ, ഇത് തീരുന്നില്ലല്ലോ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ച് പാരമ്പര്യമുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. മൂപ്പർക്കും വ്യക്തി വന്നിട്ടുണ്ട്, എനിക്കും വ്യക്തി വന്നിട്ടുണ്ട്. മൂപ്പരൊന്ന് ബന്ധപ്പെട്ട് നോക്കിയാലോ, മൂപ്പരും ഇടപെട്ടാൽ തീരുമോ എന്ന് പറഞ്ഞു.
നല്ല അഭിപ്രായമാണ് മോയിൻ്റെ മാഷ്. അത് ഞങ്ങൾ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു താല്പര്യം, എന്നൊരു കാര്യം ചെയ്യും, നമുക്ക് സംസാരിക്കാം, എപ്പോഴാണ് വരിക ചോദിച്ചു. മൂപ്പരനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച ആറ്റപ്പൂവിൻ്റെ ആണ്ട് ദിവസമാണല്ലോ, അന്ന് നിങ്ങൾ ആണ്ടിന് പാണക്കാട് വരില്ല ചോദിച്ചു. വരും എന്ന് പറഞ്ഞു. എന്നാൽ ആ പരിപാടി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അന്ന് ഫുള്ള് വീട്ടിലുണ്ടാവും, നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ ആ പരിപാടി മൗലൂദും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ളുഹറിന് ശേഷം കുഞ്ഞാലി സാഹിബിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആബിദ് ഹുസൈൻ MLA പറഞ്ഞു, പോകല്ലേ ചോദിച്ചു. എവിടേക്ക് ചോദിച്ചു. കുഞ്ഞാലി സാഹിബിൻ്റെ വീട്ടിലേക്ക്. ഞങ്ങളുണ്ടോ ചോദിച്ചു. ഞാനുണ്ട് പറഞ്ഞു. കുഞ്ഞാപ്പ പറഞ്ഞിരുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും പോയി വിശദമായി സംസാരിച്ചു. അപ്പോൾ കുഞ്ഞാലി സാഹിബ് ഞങ്ങളിങ്ങനെ വിലയിരുത്തി, പെട്ടെന്നൊന്നും CICൻ്റെ സെക്രട്ടറി ഒഴിവായി തരാൻ വഴങ്ങൂല, അവർ കുറച്ച് വാശിയുടെ പ്രകൃതിയാണ്. അത് നമുക്കൊരു കാര്യം ചെയ്യുക എന്നുകൊണ്ട് കുഞ്ഞാലി സാഹിബ് നല്ല സജഷൻ വെച്ചു. പിന്നെ നമുക്കെന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ രാജി ഏതായിരുന്നാലും സാധിക്കാതെ ഞങ്ങളുടെ കയ്യിലുണ്ട്. സാങ്കേതികമായി പ്രസിഡന്റ് രാജി സ്വീകരിക്കാൻ അർഹതല്ല എന്നൊക്കെയാണ് ആൾ പറയണത്. സെനറ്റ് വിളിക്കണം. ആ സെനറ്റ് വിളിച്ചു ചേർക്കുക. അത് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ സെക്രട്ടറി വിളിക്കുമല്ലോ. സെനറ്റ് വിളിച്ചു ചേർന്നിട്ട് പിന്നെ ഔദ്യോഗികമായിട്ട് തങ്ങൾ പറയാം, ഈ രാജിൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ സെക്രട്ടറി രാജി ഞാൻ സ്വീകരിക്കുകയാണ്, ബദൽ സംവിധാനം വൈകാതെ ഞാൻ ഉണ്ടാക്കും, ഇത് മിനിറ്റ്സ് ആക്കിയിട്ട് പിന്നെ അതിന് ശേഷം കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, ക്ലാസ്സൊക്കെ കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സ്റ്റാഫൊക്കെ സജീവമായി പോയി സ്ഥാപനം സ്മൂത്തായി പോകട്ടെ എന്ന് തീരുമാനിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പകരം സെക്രട്ടറിയെ വെക്കുക. അന്ന് ചർച്ചകളൊന്നും വേറെ അനുവദിക്കേണ്ട സെനറ്റിൽ. ആ വെക്കുന്ന സെക്രട്ടറി സമസ്തൻ്റെ സെക്രട്ടറി ആകുക, സമസ്തൻ്റെ ഒരാളാകുക, സമസ്ത പറയുന്ന ഒരാൾ, എന്നുവെച്ചാൽ സമസ്തൻ്റെ ആൾ. പക്ഷെ അവർക്ക് വലിയ എതിർപ്പില്ലാത്ത ആളാങ്ങൾ പരമാവധി നോക്കണം എന്ന് പറഞ്ഞു. അത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് നമുക്ക് സ്ഥാപനത്തിൽ ഏകദേശം CICയിലൊരു ഗ്രിപ്പായി. പിന്നെ പുതിയ ആളുകൾ ഇങ്ങനെ ഓരോ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളായി വരുന്നൊക്കെ ആൾക്കാർ സമസ്തൻ്റെ ആളുകൾ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രമേണ അതിൻ്റെ നിയന്ത്രണം സമസ്തൻ്റെ കൈകൾ വരും. അതേ അതിൻ്റെ ഏറ്റവും നല്ല വഴി തോന്നുന്നു. ഓക്കെ, ശരിയാണ് നമുക്കും തോന്നി. പക്ഷേ ഒരു കാര്യം ചെയ്യണമെന്നാണ് കുഞ്ഞാലി സാഹിബ്. ഇത് നമ്മൾ തമ്മിലുള്ള തീരുമാനം, ധാരണയും പരസ്യമായിട്ട് ഇത് പറയാൻ പറ്റുമല്ലോ. പറയാൻ പറ്റുമ്പോൾ അവിടെ അപ്പുറത്ത് പ്രശ്നം വരുമല്ലോ. പരസ്യമായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സമസ്തൻ്റെ ലീഡേഴ്സ് പാണക്കാട് വന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പൂർണ്ണമായും സാധിക്കൽ ശാബ്ദങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് വാർത്താ സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞു. അത് നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ തീരുമാനമായപ്പോൾ എന്നാൽ നേരെ ഇപ്പോൾ സാദിഖ്മാനത്ത് പോകാൻ സാദിഖ്മാനുണ്ടല്ലോ പറഞ്ഞ വീട്ടിലേക്ക് പാണക്കാട്ട് സാദിഖ് നിങ്ങൾ വീട്ടിൽ പോയി എല്ലാവരും കൂടി. ഞങ്ങൾ സാദിഖ്, പിന്നെ ആബിദ് ഹുസൈൻ MLA, മോയിൻകുട്ടി മാഷും ഞാനും 4 പേര്. ഞങ്ങൾ 2 പേരോടും ഒന്ന് നിങ്ങൾ പുറത്തേക്ക്, ഞങ്ങൾ തങ്ങളായിട്ട് സംസാരിക്കട്ടെ ആയിരുന്നു. തങ്ങൾ സംസാരിച്ച് വൈകാതെ ആബിദ് ഹുസൈൻ MLA പുറത്ത് വന്നു. പകരം നമ്മൾ ആരെ കൊടുക്കാമെന്ന് ചോദിച്ചു. തങ്ങൾ ചോദിക്കുന്നുണ്ട് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇന്ന ആളെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ധാരണ ഉണ്ടാക്കി വെച്ചിരുന്നു, അവർക്ക് വലിയ എതിർപ്പില്ലാത്ത ഒരാളെ. അത് ആവശ്യത്തിൻ്റെ ഉള്ളിൽ പോയൊക്കെ ശരി, ഓക്കെ തങ്ങൾ പറ്റും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. നമ്മൾ സമസ്തൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്, എന്നാൽ അവർക്കും വലിയ ആ കാലത്ത് എതിർപ്പില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. എന്നാൽ അങ്ങനെ തീരുമാനപ്രകാരം നേരെ ജിഫ്രി തങ്ങളെ, ആലിക്കുട്ടി ഉസ്താദിനെ, MT ഉസ്താദിനൊക്കെ ഇതിലേക്ക് പാകപ്പെടുത്തണം. ഞാനും മോയിൻകുട്ടി മാഷും നേരെ ജിഫ്രി തങ്ങളെ വിളിച്ചു, വീട്ടിലുണ്ട്, പോയി സംസാരിച്ചു. തങ്ങൾ കുറച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഞാനവിടെ ഒന്ന് വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ട് തീരുമെങ്കിൽ പ്രശ്നം തീർന്നോട്ടെ, നല്ല കാര്യമല്ലേ, ഞാൻ വരാം പാണക്കാട്ട് കയറണം, മറ്റു ഉസ്താദന്മാരെ ബന്ധപ്പെട്ടു വിളിയായിരുന്നു. എല്ലാം ബന്ധപ്പെട്ടു. പിറ്റേന്ന് കാലത്ത് 9 മണിക്ക് വാർത്താ സമ്മേളനം പാണക്കാട് നടന്നു. അതിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞാലി സാഹിബും സാദിഖ് ഷാബും ആബിദ് ഹുസൈൻ MLAയും ആലിക്കുട്ടി ഉസ്താദും ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. പിന്നെ മോയിൻകുട്ടി മാഷുണ്ട്. ഞാൻ പിന്നെ പോയിട്ടില്ല അന്ന്. അതനുസരിച്ച് ശരിക്കും മീഡിയ മൊത്തം അവിടെ വന്നിരുന്നു. കുഞ്ഞാലി സാഹിബ് വിളിച്ചു ചേർത്തായിരിക്കും. തങ്ങൾ എഴുതി കൊടുത്ത പ്രസ്ഥാനം വായിക്കുന്നതായിട്ട് ഞാൻ ചാനലിൽ കണ്ടത്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ സാദിഖ് ഷാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞു. തങ്ങൾ മൈക്ക് ചാനലിൽ വാങ്ങിയിട്ട് പറഞ്ഞു, തങ്ങളെന്നെ ഇത് സമസ്ത ഏൽപ്പിച്ച സ്ഥിതിക്ക് ഞാൻ ആ കാര്യം കൈകാര്യം ചെയ്യും. പിന്നെ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഈ ക്ലാസ് മുടക്കുന്ന പഠിപ്പുകൊടുക്കുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിൽ തിരിച്ചു കയറണം, പരീക്ഷകളൊക്കെ നടക്കണം, അധ്യാപകരൊക്കെ രാജിവെച്ചാൽ തിരിച്ചു കയറണം, സ്ഥാപനം നല്ല നിലയിൽ പോകണം എന്നാണ് തങ്ങളൊരു ആഹ്വാനം ചെയ്തു. അതോടെ ഈ പ്രശ്നം പരിഹരിച്ചു എന്നാണ് വിചാരിച്ചത്. അന്നൊരാഴ്ച കഴിഞ്ഞ ഉടനെ ഈ സെനറ്റ് വിളിച്ചെടുക്കാമെന്നുള്ളതായിരുന്നു ധാരണ. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, വീണ്ടും സെനറ്റ് വിളിച്ചെടുക്കുന്നില്ല, ഈ കാര്യം നടക്കുന്നില്ല. അതിനിടയിലാണ് ആബിദ് ഹുസൈൻ MLA ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരെ വിളിച്ച് ഫോണിൽ അറിയിച്ചു, നമ്മളങ്ങനെയൊക്കെ തീരുമാനിച്ചെങ്കിലും കൂടി മറ്റേ ആളതിന് വഴങ്ങുന്നില്ല, അപ്പോൾ നമ്മൾ ആ നിശ്ചയിച്ച പാക്കേജ് നടക്കില്ല എന്ന് നിങ്ങളോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൂടി ആലോചിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞു. ഇങ്ങനെയാണ് ആ സംഭവം മുടങ്ങിയത്. അങ്ങനെ അവിടെ ഈ ഒരു പ്രയോഗം വരുന്നില്ലല്ലേ? ഇല്ലല്ല, അത് മുടങ്ങി.
നമ്മൾ സഹിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊന്നും ഇപ്പോൾ നമ്മൾ പുറത്ത് പറയുന്നത് ഒരു ശരിയല്ലല്ലോ, ഇതൊക്കെ നിങ്ങൾ തീർന്നു പോയിക്കോട്ടെ, നമ്മൾ ആരോടും ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നില്ല. എനിക്കും മോഹിട്ട് മാഷക്കും ഈ ഫിക്സഡ് ഉസ്താദ്മാർക്കും കുഞ്ഞാടി സാഹിബിനും സാധിക്കങ്ങൾക്ക് മാത്രമേ ഈ സംഭവം അറിയുള്ളൂ. പിന്നെ മാസങ്ങൾ കഴിഞ്ഞു. പിന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു ചാനലിൽ വാർത്ത കാണുന്നത്, ഹക്കീം വൈസിൻ്റെ രാജി തങ്ങൾ സ്വീകരിച്ചു, പകരം ഹക്കീം വൈസിൻ്റെ അസിസ്റ്റൻ്റായ ഹബീബ് ഫൈസിനെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങനെ പോകുന്ന വഴി, നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ വാർത്ത ഞെട്ടി. പക്ഷേ നിശ്ചയിച്ച പാക്കേജ് അനുസരിച്ച് പകരം സമസ്തൻ്റെ സെക്രട്ടറി, ഒരു സമസ്തൻ്റെ ഒരാളെ വെക്കുക എന്നുള്ളതാണല്ലോ അന്ന് വെച്ചില്ല. പക്ഷേ ഇപ്പോൾ വെക്കുമ്പോൾ എങ്ങനെ പകരം വാഫിൻ്റെ തന്നെ ഈ CICൻ്റെ പ്രശ്നക്കാരനായ ഒരാളെങ്ങനെ വെക്കുന്നത് എന്ന് ചിന്തിച്ചു. ഞാൻ ഉടനെ ജിഫ്രി തങ്ങളെ വിളിച്ചു. തങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് ഉച്ചക്കും കൂടി ഞാനും സാദിഖ് ഷിയാബ് പരിപാടിയിലുണ്ടായിരുന്നു. പിന്നെ ഇയാളെ രാജു സ്വീകരിക്കുന്ന കാര്യം തങ്ങൾ പറഞ്ഞിരുന്നു, പകരം ഇയാളെ വെക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഉടനെ MT ഉസ്താദിനെ വിളിച്ചു. MT ഉസ്താദ് ഞാനും ഈ സംവിധാനം അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഉടനെ ആലിക്കുട്ടി ഉസ്താദിനെ വിളിച്ചു. ആലിക്കുട്ടി ഉസ്താദ് വിളിച്ച ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ രാത്രി ആയിട്ടുണ്ട്. ഇത് അസർക്കാണ് ശേഷം ഈ വാർത്ത വന്നത്. ഞാൻ നേരെ ആലിക്കുട്ടി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. ഞാൻ ആലിക്കുട്ടി ഉസ്താദിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ആലിക്കുട്ടി ഉസ്താദും ഉസ്മാൻ വൈസി ഉണ്ട് അവിടെ. അപ്പോൾ MT ഉസ്താദും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഉസ്മാൻ വൈസി. MT ഉസ്താദ് അങ്ങോട്ട് വരാറുണ്ട്, കാരണം ഈ പ്രശ്നം ഗൗരവമുള്ള വിഷയമാണല്ലോ. ഞാൻ എത്തി വൈകാതെ MT ഉസ്താദ് ഇവിടെ എത്തി. ഈ വിഷയം ചർച്ച ചെയ്തു ആരും. അപ്പോൾ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു, പിന്നെ പട്ടിക്കാട് വെച്ച് പിന്നെ കോളേജിലെ കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാടി സാഹിബും പിന്നെ സാദിഖ് ഷിഹാബ് തങ്ങളും എൻ്റെ കൈ പിടിച്ച് കണ്ട് കമ്മിറ്റിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് റൂമൊക്കെ ഒന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. റൂമിൽ വന്ന് ഇരുന്നിട്ട് വാതിൽ കുറ്റി ഇട്ടു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഹക്കീം വൈസിൻ്റെ രാജി സ്വീകരിക്കേണ്ടേ വെച്ചു. സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, പകരം ഒരാൾ വേണ്ടേ വെച്ചോ, വേണമെന്ന് പറഞ്ഞു. അതാരാണ് വെച്ചു. ആരാണ് കൂടി ആലോചിക്കാറുന്നു. അത് ഞങ്ങളൊരാളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ആലോചിക്കാറുന്നു, ഇത്രയും ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ MT ഉസ്താദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞ് അന്ന് അവിടെ വെച്ച് തന്നെ സമസ്തൻ്റെ പ്രസിഡൻറ്റ്, ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ്, MT ഉസ്താദിനൊക്കെ പാട് പ്രസ്താവന ഇറങ്ങി. അത് തൊട്ട് പിറ്റേന്ന് പത്രത്തിൽ കാണാം. ആ രാജി സ്വീകരിച്ച് ന്യായമാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം ഈ പ്രത്യേക സാഹചര്യത്തിൽ സമസ്തയുടെ SNEC വിദ്യാഭ്യാസ പദ്ധതി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ കൃത്യമായ നിലപാട് സമസ്ത അറിയിച്ചു. മാത്രമല്ല തൊട്ട് പിറ്റേ ദിവസം സമസ്തൻ്റെ പ്രസിഡൻറ്റ് ജിഫ്രി തങ്ങൾ, സമസ്തൻ്റെ ജനറൽ സെക്രട്ടറി, ഈ പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ ആൾക്കാർ, സമസ്തൻ്റെ നേതാക്കന്മാരൊക്കെ CICൻ്റെ വ്യത്യസ്ത പദവികളിൽ നിന്ന് രാജിവെച്ചു, പരസ്യമായി പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഇരിക്കെ തൊട്ട് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഫോണിൽ പങ്കെടുക്കേണ്ടി വന്നു ഈ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഈ പദപ്രയോഗം, അതെ CIC സമസ്ത തർക്ക വിഷയത്തിൽ 3 പ്രശ്നങ്ങളെ വൈകാരികമായി അനുഭവിക്കേണ്ടി വന്നതിനെ കുറിച്ച് ഹമീദ് ഫൈസി വിശദീകരിക്കുന്നു. ഞാൻ ഈ വിഷയത്തിൽ 3 പ്രശ്നങ്ങളാൽ വൈകാരികമായി ഞാൻ ആ വിഷയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ തീരുമാനത്തിന് ഞാനും മോഹിട്ട് മാഷുമാണ് പിന്നെ മുൻകൈ എടുത്ത ആളുകൾ. അപ്പോൾ സമസ്തയുടെ ഒരാളെ വെക്കാതിന് പകരം നേരെ സമസ്തക്ക് ഓപ്പോസിറ്റുള്ള ഒരാളെ വെക്കുക പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണോ. അയാൾ CICയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, ഇയാളെല്ലാം അയാളാണല്ലോ. അയാളെ വെച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞ കക്ഷി സമസ്തയും CICയും തമ്മിൽ ധാരണ ഉണ്ടാക്കി, സാധിക്കൽ തങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി തങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റിൻ്റെ ഹെഡിങ്ങനെ ശുനകന്മാർ ഓരിയിടട്ടെ സാർത്ഥവാഹക സംഘം മുന്നോട്ട് നിന്നാണ്. എന്നുവെച്ചാൽ പട്ടികൾ കുറയ്ക്കട്ടെ, ഞങ്ങൾ CICക്കാർ മുന്നോട്ട് എന്നാണ് പോസ്റ്റ് ഇട്ടത്. പട്ടികൾ എന്നാണ് സമസ്തൻ്റെ നേതാക്കന്മാരൊക്കെയാണ് പറയണത്. അതിനൊക്കെ വലിയ മനസ്സിന് വേദനിപ്പിച്ച ഒരു പോസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ. മൂന്നാമത്തെ ഒരു വിഷയം കൂടി എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ റിലേഷൻപ്പെട്ടൊരു കുട്ടി പഠിച്ചിരുന്നു. ഇവരൊക്കെ ക്ലാസ്സുകളിൽ ഈ അധ്യാപകരെന്ത് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ സംഘടനാ നേതാക്കന്മാരെ പുറത്ത് സോഷ്യൽ മീഡിയത്തിലെ ക്ലാസ്സിലും കുറ്റം പറയണം. അതിലിങ്ങനെ കുറ്റം പറഞ്ഞ് എന്നെ വല്ലാതെ എന്നെ വ്യക്തിപരമായി പറഞ്ഞപ്പോൾ ഈ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഒരു വൈകാരിക ഭാവം കൊണ്ട്, സർ അത് ഇന്ന ആളാണ്, ഇന്ന ആളെ കുറ്റം പറയാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് എണീറ്റിട്ട് അതിലയാൾ സ്തബ്ധനായി. അതൊക്കെയാണല്ലോ ഇവർ പഠിപ്പിക്കുന്ന സംസ്കാരം എന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയൊക്കെ പാടുള്ള അനുഭവങ്ങൾ ഉണ്ടായൊരു വൈകാരിക സാഹചര്യത്തിലാണ് ഞാൻ ഒന്ന് മൂർഖനാണെങ്കിൽ മറ്റ് കരിമൂർഖൻ എന്ന് പദപ്രയോഗം നടത്തി. എന്നാൽ പോലും പലയിടത്തും മുഖാമുഖങ്ങൾ ഇതിനോട് ചോദിച്ചിട്ടുണ്ട്,
ഞാൻ ആ പദപ്രയോഗത്തെ ന്യായീകരിക്കുന്നില്ല, അത് ശരിയല്ല അങ്ങനെ പറഞ്ഞതെന്ന് എൻ്റെ അഭിപ്രായം ഇപ്പോഴും എൻ്റെ പക്ഷം തന്നെയാണ്. പക്ഷേ പറയാനുള്ള പശ്ചാത്തലം ഇതാണ്. യഥാർത്ഥത്തിൽ ചർച്ച തീരുമാനമായി ഞാൻ പൊളിക്കാൻ വേണ്ടി പറഞ്ഞല്ല, തീരുമാനിച്ച ചർച്ച നടക്കാതെ പോയ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പദപ്രയോഗം നടത്തി. അതെ, ശരി. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടല്ല, നിങ്ങളെ ഈ ഒരു പ്രയോഗം കൊണ്ടല്ല ആ പരിപാടി അവസാനിച്ചത്. നേരെ മറിച്ച് അന്ന് എടുത്ത തീരുമാനം നടപ്പാക്കാതെ മറ്റൊന്ന് നടപ്പാക്കാൻ അവർ ശ്രമിച്ചപ്പം അതിനെതിരിൽ നമ്മൾ സംസാരിച്ചാണ് ഇപ്പോൾ അത്. തൻ്റെ സംസാരത്തിലെ പ്രയോഗം കൊണ്ടല്ല CIC-യും സമസ്തയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാതെ പോയത് എന്നതിന് തെളിവ് ചൂണ്ടിക്കാട്ടുന്നു ഹമീദ് ഫൈസി. അല്ല, ഉറപ്പായിട്ടും. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തീരുമാനം വന്ന അന്ന് തന്നെ സമസ്ത ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ തീരുമാനം കൂടിയാലോചിച്ചു എന്ന് പറയുന്ന ആലിക്കുട്ടി ഉസ്താദും സമസ്തൻ്റെ പ്രസിഡൻറ്റും MT ഉസ്താദും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ പ്രതിഷേധിച്ച് ഞാൻ പറയുന്നില്ല, തൊട്ട് പിറ്റേന്ന് ചെയ്തിട്ടുണ്ട്. പ്രതിഷേധിക്കുന്ന ആ വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല. സമസ്ത നേതാക്കന്മാർ ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും CIC നീന്തു രാജിവെച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചെയ്തത്. ഞാനിങ്ങനെ ചാനലിൽ പങ്കെടുത്തത് സമസ്തയായിട്ടും ആരും കൂടി ആലോചിച്ച് ചെയ്ത കാര്യമല്ല എന്ന് പറഞ്ഞത്. ഈ CIC വിഷയത്തിൽ ഇതിൻ്റെ മുമ്പും ഇങ്ങനെ കുറേ സമയത്ത് തീരാൻ വേണ്ടി ശ്രമം നടത്തി. ആ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞാണ് തീരാതിരുന്നത്. ഇതിൻ്റെ മുമ്പ് ഉള്ള ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അനുഭവങ്ങൾ. MP ശരിക്കും പറഞ്ഞാലേ ഇത് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിപ്പോൾ ശരിക്ക് ഒരു ജെൻ്റിൽമെൻ എഗ്രിമെൻ്റ് ആണല്ലോ. കുഞ്ഞാലൂർ സാഹിബ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജിഫ്രി തങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ്, MT ഉസ്താദ് കൂടിയെടുത്ത തീരുമാനം, ആ തീരുമാനം കാറ്റിൽ പറത്താണല്ലോ അവർ ചെയ്തത്. അതൊരു വല്ലാത്ത അവമതിക്കലാണ്. കേരളത്തിൽ ഇതിനേക്കാൾ വലിയ മുസ്ലിം ലീഡേഴ്സ് ഇല്ലല്ലോ. ഇത് ഒറ്റപ്പെട്ട സംഭവം, ഒരുപാട് ഇങ്ങനത്തെ തീരുമാനങ്ങൾ, ഇതൊക്കെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. ആളുകൾ നമ്മൾ സംസ്ഥാനം തെറ്റിദ്ധരിക്കുകയാണ്. CIC-യുടെ നിരുത്തരവാദിത്തപരമായ സമീപനം കൊണ്ട് മറ്റൊരു പ്രശ്നപരിഹാര ചർച്ച കൂടി പാളിപ്പോയതിൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ് ഹമീദ് ഫൈസി. ശരിക്ക് ഒരു ഘട്ടത്തിൽ പട്ടിക്കാട് ജാമ്യനൂരിൻ്റെ സമ്മേളനം, ഇക്കഴിഞ്ഞ സമ്മേളനം തൊട്ട് മുമ്പത്തെ സമ്മേളനം 2022 ജനുവരിയിൽ, ആ സമ്മേളനത്തോടനുബന്ധിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ടൈം വാങ്ങിയിട്ട് ഞാനും ഡോക്ടർ ബഷീർ പനങ്ങാങ്കലും സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു വിശദമായിട്ട്. കാരണം ബഷീർ പനങ്ങാർ തങ്ങളേറ്റവും കുറച്ച് വ്യക്തിബന്ധം കൂടുതലുള്ള ആളാണ്. തങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞു. വലിയ പ്രശ്നമുണ്ട് താഴെ തട്ടിൽ. തങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും ആളെ രാജികൾ വാങ്ങി അയാൾ തൽക്കാലം വിട്ടുകളെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ബഷീർ പറഞ്ഞു ഒരു 6 മാസത്തേക്ക് തൽക്കാലം നമ്മൾ ഒഴിവാക്കി അയാളെ സ്ഥാനം മാറി നിന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും തങ്ങളുടെ പരിഹാരം. 6 മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൽക്കാലം ആ സ്ഥാനത്ത് മാറിക്കാൻ ബാക്കി നമുക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാറുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങൾ സംസാരിക്കാം. പക്ഷേ ഞങ്ങൾ മാത്രമേ സംസാരിച്ചുകൊണ്ട് സീനിയേഴ്സ് ആരെങ്കിലും കൂടെ വേണ്ട ചോദിച്ചു. അത് ശരിയാണ് തങ്ങൾ. അങ്ങനെ മായനാജി തങ്ങൾ ഞാൻ വിളിച്ച് പറയാറുണ്ട്, നിങ്ങൾ 3 ആളും കൂടി കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ തങ്ങൾക്ക് ഇതിൽ ആത്മാർത്ഥ ആഗ്രഹം തീർന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങളങ്ങനെ പോസിറ്റീവായ സമീപം ഓരോ ഘട്ടത്തിലും തങ്ങൾ പോസിറ്റീവായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ സാദിഖ് തങ്ങളെ അവർ ഓവർടേക്ക് എന്നുള്ളതാണ് പ്രശ്നം. മായനാജി എന്നെ വിളിച്ച് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മായനാജി എന്നെ വിളിച്ചു, നിങ്ങൾ സാദിഖ് തങ്ങൾ സംസാരിച്ചു. ഞാൻ സംസാരിച്ചിരുന്നു, എന്നെ തങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴാണ് അയാളെ കാണുന്നു വെച്ചു. CIC സെക്രട്ടറിനെ ഞാൻ എപ്പോഴും കുഴപ്പമില്ല, നിങ്ങൾ ടൈം വാങ്ങിന്നിട്ട് കാണാറുണ്ട്, ഞാൻ വിളിക്കട്ടാന്ന് വിളിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നല്ല അയാൾ പറഞ്ഞു നിങ്ങളുമായിട്ട് നല്ല ആരുമായിട്ടും ഈ വിഷയത്തിൽ ഡിസ്കഷനില്ല, ഒരു ചർച്ചയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏൽപ്പിച്ചതാണ് പറഞ്ഞു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വല്ലതും പറയാണ്ട് എന്നോട് നേരിട്ട് ഡയറക്റ്റ് പറയും, നിങ്ങളെ മീഡിയേറ്റർമാർ ആവശ്യമില്ല, നിങ്ങളോട് സംസാരമില്ലായിരുന്നു, ഇതാ പറഞ്ഞത് പറഞ്ഞു. എന്നാൽ ശരിയായിരുന്നു. അടുത്ത വിദ്യാഭ്യാസ മീറ്റിങ്ങിൽ ഈ വിഷയം ഞാനും മായനാജി റിപ്പോർട്ട് ചെയ്തു. കാരണം ഇവരൊക്കെ സാക്ഷികളാണല്ലോ ഈ സംഭവത്തിൽ. ഇപ്പോൾ 2 സംഭവമായില്ലേ, അങ്ങനെ എത്ര സംഭവങ്ങൾ. ഈ നിങ്ങൾ പറഞ്ഞ ഈ പാക്കേജ് ഉണ്ടാക്കി അത് ഉടനെ തന്നെയാണോ അത് രണ്ടാമത് മൂപ്പരെ മാറ്റലും സെക്രട്ടറി സ്ഥാനത്ത്? പാക്കേജ് ഉണ്ടാക്കി അത് നടന്നില്ല എന്ന് പറഞ്ഞല്ലോ. മാസങ്ങൾ കഴിഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു മാറ്റം പുതിയതായ ഒരു രീതി വന്നാൽ ഉടനില്ല. കാരണം അങ്ങനെ നിന്നു, അവർ അംഗീകരിക്കൂല എന്നാണ് അങ്ങനെ ഇട്ടു. മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പരമാവധി എങ്ങനെയെങ്കിലും പോകാനുള്ള വഴി ഉണ്ടോ നോക്കാൻ വേണ്ടിയായിരിക്കും. കാരണം അവർ വളരെ പക്വമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണല്ലോ. മറ്റൊരു സംഭവം ഞാൻ പറയാം. ഇപ്പോൾ 2 ശ്രമം നടന്നിട്ടോ, അവർ വഴുതിപ്പോയി.
ഈ വിഷയം എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു അങ്ങനെ തീർക്കാച്ച തങ്ങൾ ഇറങ്ങിക്കോളൂ, ഞാൻ എല്ലാ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ ഓണംപള്ളി അതുപോലെ ഇവങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ആ KYC എല്ലാം റെഡിയാകും, പക്ഷേ ഈ വിവാഹപ്രായത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും സമസ്തൻ്റെ ഭാഗത്ത് ഒരു അയവ് കാണിക്കണം, ചെറിയൊരളവ്, എന്നാൽ എല്ലാം തീർക്കുക, ഭരണഘടനാ ഭേദഗതി പ്രശ്നമൊക്കെ പരിഹരിക്കുക എന്നാണ് പറയുന്നുണ്ടായിരുന്നു. അതിന് ഉസ്താദുമാർ റെഡിയാകണം എന്ന് പറഞ്ഞു. അതാണ് വിഷയം തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഉസ്താദുമാരെ കൂടുതൽ ഈ കാര്യങ്ങൾ കുറച്ച് സ്ട്രിക്റ്റായി കൈകാര്യം ഞാൻ MT ഉസ്താദാണല്ലോ. ഞാൻ MT ഉസ്താദിനെ നേരെ സമയം വാങ്ങി വീട്ടിൽ പോയി 1.5 മണിക്കൂർ സംസാരിച്ചു. ഉസ്താദ് എന്തെങ്കിലും അതിലൊരു ഇളവ് കൊടുത്തിട്ട് വിവാഹപ്രായം ഇവർ 5 കൊല്ലം പഠിക്കുന്ന കാലയളവിൽ വിവാഹം പെൺകുട്ടികളെ കഴിക്കാൻ പാടില്ല എന്നുള്ള ലോകത്ത് അവിടെ ഇല്ലാത്തൊരു പുതിയ നിയമമാണത്. നിക്കാഹ് നടത്താൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിലുള്ള അനുവദിക്കപ്പെട്ടൊരു കാര്യം സമസ്തക്ക് തടയാൻ കഴിയില്ലല്ലോ. എന്നാലും അതിൽ എന്തെങ്കിലും ഇളവ് ചെയ്യണം, എന്നിട്ട് ഈ പ്രശ്നം തീർക്കുക, ഫിത്തിനെ കുറക്കുക എന്നാണ്, ഇല്ലാതാക്കാൻ പറഞ്ഞു. അപ്പോൾ MT ഉസ്താദിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നാൽ, ഉസ്താദ് പോസിറ്റീവായി പറഞ്ഞു, അഥവാ ഞങ്ങൾ നിക്കാഹ് നടക്കണമെങ്കിൽ ഇല്ലാതൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കുമല്ലോ, നടക്കുകയാണെങ്കിൽ വരൻ്റെ അടുത്തുനിന്നും കുട്ടിൻ്റെ അടുത്തും കുട്ടിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തും ഒക്കെ ഒരു കത്ത് വാങ്ങുക, ഈ നിക്കാഹ് നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ പഠനത്തിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇളവ് കൊടുക്കാറുണ്ട്. ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അറിയിച്ചു. തങ്ങൾ പറഞ്ഞ ആളോട് സംസാരിക്കട്ടെ ആയിരുന്നു. അങ്ങനെ തങ്ങൾ പിന്നെ മറുപടി തന്നത് തൊട്ടടുത്ത വിദ്യാഭ്യാസ ബോർഡിൽ വരുന്ന സമയത്താണ്. 2022 മെയ്യിലെ വിദ്യാഭ്യാസ ബോർഡ് സെക്കൻഡ് സാറ്റർഡേ. തങ്ങൾ കുറച്ച് വൈകി എത്തിയത്. വൈകിട്ട് യോഗം കഴിഞ്ഞ മുമ്പ് തങ്ങളിങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ഒപ്പം ഇറങ്ങി. തങ്ങൾ ആ വിഷയം എന്തെങ്കിലും ഞാൻ അന്ന് വരുമ്പോൾ സംസാരിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ തങ്ങൾ അപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൻ്റെ പുറത്തുള്ള റൂമിൽ ഇരുന്നിട്ട് നമ്മൾ സമദിനെ വിളിക്കാറുണ്ട്. തങ്ങൾ അവൻ സമദ് പൂക്കോട്ടൂരിനെ വിളിച്ചു. ഞങ്ങൾ 3 പേരും സംസാരിച്ച് തങ്ങൾ ഒരു ബദൽ നിർദ്ദേശം വെച്ചു. അപ്പോൾ അയാൾ പറഞ്ഞതായിരിക്കും, നമുക്ക് നിക്കാഹിൻ്റെ സമയത്ത് കത്ത് വാങ്ങലിന് പകരം പഠിക്കാൻ ചേരുമ്പോൾ തന്നെ കത്ത് വാങ്ങുക, പഠനത്തിൽ വിഘാതമായ ഒന്നും എൻ്റെ അടുക്കൽ നിന്ന് ഉണ്ടാവില്ല എന്നാണ് കുട്ടിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്ത് നിന്ന് എടുത്തു വാങ്ങുക, അങ്ങനെ ചെയ്തുകൂടെ വെച്ചു. അതിന് കുഴപ്പമുണ്ടാകാൻ സാധ്യത ഉസ്താദുമാർക്ക് കാരണം നിക്കാഹ് പാടില്ല എന്നല്ലല്ലോ പറയണത്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുക. അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിലിരുന്ന് സംസാരിച്ച് ഫൈനൽ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ഇരിക്കാമെന്നാണോ. ഇങ്ങനെ ഒരു ചർച്ച നടന്നപ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ നടത്തിയ ഒരു തന്ത്രമാണ് അബ്ദുൽ ഹമീദ് ഫൈസി വിശദീകരിക്കുന്നത്. അപ്പോൾ സമദ് വലിയ തന്ത്രജ്ഞനാണല്ലോ. നമ്മുടെ തലയ്ക്ക് വേണ്ട സമദ് പറഞ്ഞു ഉസ്താദുമാരൊക്കെ അവിടെ ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്ന് അവിടെ പോയി ഇത് അംഗീകാരം വാങ്ങുക പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ തങ്ങളും പറഞ്ഞു. അത് ഞങ്ങൾ ഉസ്താദുമാരോട് പറയുന്നു. അങ്ങനെ സ്വകാര്യമായിട്ട് ഉസ്താദുമാരത്ത് എന്ത് പറയാൻ കാരണം അവിടെ വിദ്യാഭ്യാസ ബോർഡാണ്. അപ്പോൾ ജിഫ്രി തങ്ങൾ, MT ഉസ്താദ്, ഹസ്രത്ത്, മൂസക്കുട്ടി ഹസ്രത്ത്, കൊയ്യോട് എല്ലാവരും ഉണ്ടല്ലോ. ചെന്ന് പറഞ്ഞു. ഉസ്താദുമാർക്ക് സന്തോഷം. അപ്പോൾ MT ഉസ്താദ് എഴുന്നേറ്റ് പറഞ്ഞു, ഈ നമ്മളാ ഒരു CICൻ്റെ പ്രശ്നം ഉണ്ടല്ലോ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തങ്ങളൊരു പാക്കേജ് കണ്ടിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാട് ഇരിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അത് അംഗീകാരം കൊടുക്കല്ലേ വെച്ചു. അപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു. തങ്ങളൊന്ന് പറയുന്നതാണ് സാധിക്കാതെ എഴുന്നേറ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും നല്ല സന്തോഷം. എന്നിട്ട് സാദിഖ് തങ്ങൾ പറഞ്ഞിട്ട് മൈനാജി ആ ചർച്ചിൽ നിങ്ങളൊന്ന് വേണമെന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ വീട്ടിൽ വരണം. ഇസ്മായിൽ കുഞ്ഞാജി മാന്നാറേ നിങ്ങളും എൻ്റെ വീട്ടിൽ വരണം ഉച്ചയ്ക്ക് 2 മണിക്ക്. നമുക്ക് ഞാൻ വേറെ അധികം ആൾക്കാർ നമ്മൾ കുറച്ച് ആളുകൾ ഉണ്ടാവും, സംസാര പ്രശ്നം തീർക്കണം എന്നാണ്. ഓക്കെ, റാഹത്തായി അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു. പിറ്റേന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സാദിഖ് ശിഹാബ് തങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചു. അമിതേശ് നമ്മൾ പറഞ്ഞ ആ സിറ്റിംഗ് നാളെ നടക്കൂലായിരുന്നു. ഞാൻ എന്തേന്ന് ചോദിക്കാൻ പാടില്ലല്ലോ, നമ്മൾ തങ്ങളോട് ഫോണിൽ ഇങ്ങോട്ട് പറയാതെ നമ്മൾ അദബ് കാണിക്കുന്ന കൂട്ടത്തിലാണല്ലോ. ശരിയെന്ന് പറഞ്ഞു. നമ്മൾ പറ്റുന്ന ആൾക്കാരെ അറിയിച്ചു, പിന്നെ വരണ്ടില്ല. സമസ്ത CIC പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ച ചർച്ച വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ട് വിശദീകരിക്കുകയാണ് അബ്ദുൽ ഹമീദ് ഫൈസി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയാണ് പറങ്കിപ്പേട്ട തമിഴ്നാട്ടിൽ സമസ്തൻ്റെ ആദ്യത്തെ കോളേജിൻ്റെ കെട്ടിടം കാണണം. അതിൽ സാദിഖ് ശിഹാബ് തങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് ടൈം കിട്ടിയപ്പോൾ ഞാൻ തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങൾ എൻ്റെ ചർച്ച അന്ന് മുടങ്ങിയത് ചോദിച്ചു. അതിപ്പോൾ പാണക്കാട് വെച്ച് ഒരു ചർച്ച നടന്നിട്ട് തെറ്റിപ്പിരിയുടെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വേണ്ട വെച്ചതാണ് പറഞ്ഞു. അപ്പോൾ ഈ വിഷയം മറ്റേ പിന്നെയും സംസാരിച്ചപ്പോൾ മറ്റേ ഞാൻ അങ്ങനെ പറ്റൂലാറിന് വടക്കുണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ എത്ര ചർച്ചയായി? 3 കഴിഞ്ഞു. ഇത്ര ഒന്നുമല്ല ഇതിൽ സംഭവം ഉള്ളത്. പിന്നെ 3-4 ചർച്ച 7 ചർച്ച നടന്നിട്ടുണ്ട്. ചർച്ച മാത്രമല്ല മധ്യസ്ഥ തീരുമാനങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഭയങ്കര പ്രശ്നങ്ങളാക്കി. ചർച്ച നടന്നുകൊണ്ടിരിക്കെ തന്നെ പ്രശ്നം വഷളാക്കാൻ വേണ്ടിയും പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ വേണ്ടിയും CICയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന
പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് ഹമീദ് ഫൈസി. വളരെ മോശമായിട്ട് പിന്നെന്ത് ചെയ്തു വെച്ചാൽ ഈ സമസ്തൻ്റെ നേതാക്കന്മാരെ കുറിച്ച് വളരെ മോശമായി എഴുതുകയും പറയുകയും ഇമ്രുഖാനെ ഫേക്ക് ഐ ഡി ഉണ്ടായിരുന്നു. അതിൽ വമ്പിച്ച ദുഷ്പ്രചരണങ്ങൾ സമസ്തൻ്റെ നേതാക്കന്മാരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും സമസ്തനെ അപലപിച്ചുകൊണ്ടുള്ള നിരന്തരമായ എഴുത്തുകൾ ഒരു ഭാഗത്ത്. അതിനിടയ്ക്കൊരിക്കൽ പിന്നെ പറഞ്ഞു, പിന്നെ അധികം പറഞ്ഞാൽ സ്റ്റേജിൽ കയറി വെട്ടിക്കൊന്ന് പട്ടിക്കൊട്ട് കൊടുക്കും. ആരെപ്പറ്റി? സമസ്തൻ്റെ മുഷാവർ മെമ്പർമാരെ കുറിച്ച്, പേര് യഥാർത്ഥ പേരില്ലാത്ത മറ്റൊരു പേര് സൂചിപ്പിച്ചുകൊണ്ട്. ബഹുമാനായ MT ഉസ്താദിനെ കുറിച്ച് ഇവരെ ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിലെ മേധാവി പറയാണ്, പിന്നെ അദ്ദേഹം MT അല്ല MT ആണ്. MT എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ശൂന്യം, ഒന്നുമില്ലാത്ത ആൾ, ഒരു വിവരമില്ല അറിവില്ലാത്ത മനുഷ്യനെന്ന്. ഈ തരത്തിൽ വളരെ മോശമാക്കി എഴുതാൻ തുടങ്ങി. മാത്രമല്ല അതിൻ്റെ ജനറൽ സെക്രട്ടറി ചാനൽ പറഞ്ഞാൽ മീഡിയ വൺ ചാനൽ അവർക്ക് ഒഴിഞ്ഞു കൊടുത്തേക്കാണ്. കാരണം മുസ്ലിങ്ങൾക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുക, സമസ്തയിൽ ഒരു മുസ്ലിങ്ങളെ മേജർ സംഘടന അതിൽ പ്രശ്നം ഉണ്ടാക്കുക, ഇതിൽ എപ്പോഴും മാധ്യമം മീഡിയ വൺ മുൻനിരയിൽ നിൽക്കാറുണ്ട്. അവർ നാട്ടിലൊക്കെ പറയാറുണ്ടായിരുന്നു ഈച്ചൻ്റെ മാതിരിയാണ്, എവിടെയെങ്കിലും വെറുന്നുണ്ടെങ്കിൽ വലുതാക്കാൻ. കറക്റ്റാണ് സംഭവം. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും അവർ. അപ്പോൾ ഇവർ പ്രസംഗിക്കണ പറയുന്ന കാര്യങ്ങളൊക്കെ ലൈവ് ചാനൽ കൊടുക്കുക. അതിൽ അദ്ദേഹം ഒക്കെ പറഞ്ഞതാണ്, സമസ്തയുമായി ഇതിൻ്റെ ജനറൽ ബോഡി കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ തയ്യാറില്ല, സമസ്തയ്ക്കൊരു റൈറ്റും ഇല്ല, ഇത് CIC ഞങ്ങൾ വേറെയാണ്. അതായത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് മാത്രമല്ല ഒരിക്കൽ പറഞ്ഞാണ്, സമസ്തൻ്റെ പണ്ഡിതന്മാരുടെ സഭയ്ക്ക് ഫത്വ കൊടുക്കാനാണ് ധർമ്മമാണുള്ളത്. ആ പണ്ഡിതന്മാരല്ല അവർ ആരെങ്കിലും ആൾക്കാർ വന്ന് മതവിധി അന്വേഷിച്ച് വന്നാൽ അവർക്ക് അതിൻ്റെ മതവിധി കൊടുക്കണം. അതിൻ്റെ അപ്പുറം ഇങ്ങനത്തെ കാര്യത്തിലുള്ള ഇടപെടേണ്ടത് സമസ്തക്കാർ എന്ത് ചെയ്താൽ മതി? മസാലയ്ക്ക് ഉത്തരം പറഞ്ഞാൽ മതി, വിദ്യാഭ്യാസ സ്ഥാപനം ചർച്ചയും കാര്യങ്ങളും നടത്തേണ്ട. അങ്ങനെ വളരെ കൊച്ചാക്കി പറയുന്ന അവസ്ഥാവിശേഷം വന്നു. വല്ലാതെ രൂക്ഷമായപ്പോൾ ലാസ്റ്റ് സമസ്ത ഇടപെട്ട് ഇയാളായിട്ട് ഒത്തുപോകില്ല എന്ന് കണ്ടപ്പോൾ സമസ്ത കേരള ജമാഅത്ത് എന്ത് ചെയ്തു? അവരുമായുള്ള ബന്ധം 2022 ജൂൺ മാസത്തിൽ എന്ത് ചെയ്തു? ആ ബന്ധം അവസാനിപ്പിച്ചു. പിന്നെ ഈ CIC ആയിട്ടുള്ള CICയുമായുള്ള ബന്ധം അവർ അവസാനിപ്പിച്ചു, സമസ്ത. അതെ. പിന്നെ കാരണം ഇങ്ങനത്തെ ഒരു ടീം ഏറ്റവും ഇങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനം അംഗീകരിക്കില്ല, പുറത്ത് വല്ലാതെ സമസ്തനെ തെറി പറയുകയും ആലിമ്യങ്ങളെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് കുട്ടികളും ഉസ്താദുമാരും ഒക്കെ ഒന്നിച്ച് സമസ്തയിൽ നിന്ന് അദ്ദേഹത്തെയും നീക്കം ചെയ്തു. അയാൾക്ക് അദ്ദേഹത്തെ അതോടൊപ്പം സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ എന്ത് ചോദിച്ചാൽ നീക്കം ചെയ്തു എല്ലാ ഘടകങ്ങളും. അത് ഓർമ്മയുണ്ട്. എന്നാലും ഈ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട സാദിഖ് ശിഹാബ് ഞാൻ തീർന്ന നിലക്ക് വീണ്ടും ചെയ്തു ഇടപെട്ടു. മുസ്ലിം ലീഗിന്റെയും അവരെ അനുകൂലിക്കുന്നവരുടെയും നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി മറ്റു തങ്ങന്മാർക്കൊന്നും നൽകാത്ത പദവി നൽകിക്കൊണ്ട് പാണക്കാട് തങ്ങന്മാർ പറയുന്നതിനപ്പുറം കേരളത്തിലെ മുസ്ലിമീങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം നൽകിയ ആളുകൾ തന്നെ പാണക്കാട് തങ്ങന്മാർക്ക് പുല്ലുവില കൽപ്പിക്കാതെ പോയ അനുഭവമാണ് ഹമീദ് ഫൈസി പങ്കുവെക്കുന്നത്. സമസ്ത ബന്ധം വിച്ഛേദിച്ചു പറഞ്ഞാൽ ഉടനെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഈ പ്രശ്നം ഉസ്താദുമാരെ കൂട്ടി ചർച്ച ചെയ്യാൻ പാണക്കാട് ഇരുന്നു. അന്ന് ആ കൂട്ടത്തിൽ ഞാനുണ്ട്, അന്ന് ഉസ്താദുമാരുടെ കൂടെ. അങ്ങനെ ഇരുന്ന് സംസാരിച്ച് തങ്ങൾ സമസ്ത പറയുന്ന വിധത്തിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ചു. ഞാൻ തീരുമാനങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അത് 2022 ജൂൺ 30 ആ ചർച്ച. 30/6/22 അതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പിന്നെ സമരമെടുത്ത തീരുമാനം, ഒന്ന്, CIC ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതികൾ ദുർബലപ്പെടുത്താൻ സമസ്ത കേന്ദ്ര മുഷാവർ ആവശ്യപ്പെട്ട 3 കാര്യങ്ങളും ദുർബലപ്പെടുത്തി പഴയ നിലയിൽ പുനഃസ്ഥാപിക്കുക. കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഭരണഘടന സമസ്ത ഇങ്ങനെ ഇവരെ ഉപദേശിക്കാനും ഇടപെടാനും തുടങ്ങിയപ്പോൾ അവർ തന്ത്രം ചോദിച്ചു, സമസ്ത ഉപദേശിക്കുന്നവർക്ക് പിന്നെ ഭരണഘടനാപരമായി CIC ഉപദേശിക്കാൻ അർഹത ഉള്ളതുകൊണ്ടാണല്ലോ അധികാരമൊക്കെ എടുത്തു കളഞ്ഞു. സമസ്തൻ്റെ പ്രസിഡന്റിനെ അഡ്വൈസറി ബോർഡിൽ നിന്ന് ഭരണഘടന എന്ത് ചെയ്തു? നീക്കം ചെയ്തു. ഓർക്ക് ഇഷ്ടമുള്ളൊരു മുഷാവർ മെമ്പർ ആക്കി മാറ്റി. മാത്രമല്ല സമസ്ത കോഴിക്കോട് ആസ്ഥാനമായി ഫ്രാൻസോട് ആസ്ഥാനമായി കൊടുത്ത് സമസ്തൻ്റെ കീഴിലാണ് സ്ഥാപനം എന്നുള്ളത് അത് വെട്ടിമാറ്റി. മൊത്തം അങ്ങനത്തെ ഒരുപാട് മാറ്റം വരുത്തി. ഈ മാറ്റമൊക്കെ പഴയ മാതിരി തന്നെ ആക്കാം എന്ന് തങ്ങൾ എഴുതി കൊടുത്തു. രണ്ടാമത്തത്, വഫിയ കോഴ്സ് ചേർന്ന് പഠിക്കുന്ന പെൺകുട്ടികളുടെ പഠനകാലത്ത് വിവാഹം CIC തടസ്സപ്പെടുത്തുകയോ തുടർ നടപടി ഉണ്ടാക്കുകയോ ചെയ്യൂല, ആ വിവാദ വിഷയം ഒഴിവാക്കാമെന്ന് വെച്ചു. തങ്ങളെ ഇഷ്ടപ്പെടൽ തങ്ങളെ കൈകൊണ്ട് തങ്ങൾ എഴുതി ഒപ്പിട്ടത് സമസ്ത കൊടുത്തു. CICക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റുകൾക്ക്. എന്നാൽ അത് മാനിക്കണ്ടേ? സമസ്ത എന്ത് വെച്ചാൽ
ആ തങ്ങളോട് പാണക്കാട് തങ്ങൾ കുടുംബത്തോട് കാണിക്കുന്ന ആ റെസ്പെക്റ്റ് ഇത് കൊടുത്തത് 1-ാം തീയതി 30-ാം തീയതി തീരുമാനിച്ചു, 1-ാം തീയതി കൊടുത്തു. 2-ാം തീയതി സമസ്ത അടിയന്തരമായി CIC-ക്കെതിരെയുള്ള തീരുമാനം പിൻവലിച്ചു, പഴയ ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. എത്ര പെട്ടെന്നാണ് ചെയ്തത്? സമസ്ത വീണ്ടും ആ കാര്യത്തിൽ എന്ത് ചെയ്തു? പഴയ ബന്ധം തുടരാൻ തീരുമാനിച്ചു. പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെടും, ഇവർക്ക് സ്വതന്ത്രമായി പോകണം എന്നുള്ള ചിന്താഗതിയാണ്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇവർ തങ്ങളെടുത്ത തീരുമാനമല്ലേ, അതുകൊണ്ടാണ് ഇത് പുനഃസ്ഥാപിച്ചത് ബന്ധം. ഉടനെ വാഫി വഫിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു മെസ്സേജ് വിട്ടു, ഈ തീരുമാനം അൽഹംദുലില്ലാ നന്നായി എന്ന് പറഞ്ഞാൽ ആരും സ്റ്റാറ്റസ് ഇടരുത്, വാഫി വഫിയ വിദ്യാർത്ഥികൾ സ്റ്റാറ്റസ് ഇടരുത് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. ഞാനെങ്ങനെ ഈ മെസ്സേജ് കാണുന്ന വെച്ചാൽ എൻ്റെ വീട്ടിൽ വാഫിയുണ്ട് വഫിയുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് ഈ കാര്യങ്ങൾക്ക് അവർ പറഞ്ഞ മനസ്സിലാക്കുന്നത് അവർ സമസ്തൻ്റെ കൂടെ നിൽക്കുന്നത്. അവർ കാണിച്ചു ഇപ്പം അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവർ അംഗീകരിക്കുന്നില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ CIC-ക്ക് വേണ്ടി ഉസ്താദുമാരും കൂടി അംഗീകരിച്ച തീരുമാനം എന്ത് ചെയ്യുന്നില്ല, അൽഹംദുലില്ലാ നന്നായി എന്ന് പറയാൻ പാടില്ല. മനസ്ഥിതി നോക്കണം. പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ ആൾ ഇതിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു എഴുത്തെഴുതിയില്ല. മാത്രമല്ല അദ്ദേഹം സമസ്തയിലെ ചില മുഷാവർ മെമ്പർമാരുമായി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരു റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ആ തീരുമാനം ഞങ്ങൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അത് തൽക്കാലം എന്ത് ചെയ്യില്ല, മുന്നോട്ട് പോകില്ല. പറഞ്ഞ പോലെ തന്നെ അവർ അംഗീകരിച്ചില്ല. അവർ പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കി, അതിനെ തുടർന്ന് എഴുത്ത് രൂക്ഷമാക്കി സമസ്തക്കെതിരെ. ആ സമയത്താണ് PK കുഞ്ഞാൾ സാഹിബിന് ആബിദ് ഹുസൈനൊക്കെതിരെ വരെ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തുടങ്ങി, കാരണം അവർക്ക് ഇതിൽ ഭാഗമാക്കാന്നുള്ള നിലയ്ക്ക്. ഈ നിലയിൽ അവർ വീണ്ടും രൂക്ഷമായ ആക്രമണം തുടർന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം അവസാനിപ്പിച്ചില്ല, വീണ്ടും ചർച്ചയ്ക്ക് ഉസ്താദുമാരും സാദിഖ് തങ്ങളും തയ്യാറായി. അങ്ങനെ അടുത്ത ഘട്ടം 5-ാമത്തെ ഘട്ടം കേട്ടോ, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീട്ടിൽ വീണ്ടും ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ ഒരുമിച്ച് കൂടി ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അന്ന് പുതുതായി പറയാനുള്ള പ്രശ്നം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നാക്രമണമാണ്. അതിപ്പോൾ 2022 9-ാം മാസം സെപ്റ്റംബർ ആയിരിക്കും അല്ലേ? അതെ, സെപ്റ്റംബർ 22-നാണ് ആ ചർച്ച. 22/9/22. സമൂഹ മാധ്യമങ്ങളിലൂടെ സമസ്ത നേതാക്കളെ പരസ്യമായി അവഹേളിക്കുകയും ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്ന വാഫി കുട്ടികളെ നിലക്ക് നിർത്തണമെന്നും അതില്ലായ്മ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത നൽകിയ നിർദ്ദേശത്തെ CIC അതിനോട് പ്രതികരിച്ചതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്. അന്ന് പ്രധാനമായ തീരുമാനമെടുത്ത 1-ാമത്തെ മെയിൻ തീരുമാനം എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സമസ്തയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തി പോസ്റ്റിട്ട കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധമില്ലാത്തതാണെന്ന് CIC അധികൃതർ പരസ്യമായി പ്രഖ്യാപിക്കുക, അത്തരം പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടി കൈക്കൊള്ളുക. അവർ സംയുക്തം എടുത്ത തീരുമാനമാണ്. സമസ്ത അവർക്ക് ഒരു നിർദ്ദേശമാണ്. സമസ്ത നിർദ്ദേശിക്കുമ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടി എടുത്ത തീരുമാനമാണ്. പക്ഷെ എന്തായില്ല, ഈ മധ്യസ്ഥ തീരുമാനം എന്ത് ചെയ്തില്ല, അവർ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ പിന്നെ തിരിച്ചും ചെയ്തു, വീണ്ടും ഒരു കത്ത് കൊടുത്തു. കത്തിലെ വാചകം കേട്ടാൽ നമുക്കെന്നെ പരിഹാസം തോന്നും. കാരണം സമസ്തയെ പരിഹസിച്ചുകൊണ്ട് ഇത് മാത്രമല്ല, പിന്നെ മുഖമുള്ളതും മുഖമില്ലാത്തതും CIC-ക്കെതിരെയും സമസ്തക്കെതിരെയും പറഞ്ഞതും പറയാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ തള്ളിപ്പറയുന്നു, എല്ലാവരും തള്ളിപ്പറയേണ്ടതാണ് നമ്മുടെ ഒരു പരിഹാസ രൂപത്തിലുള്ള. ഒരിക്കലും എല്ലാവരും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാൾ സാഹിബും ജിഫ്രി തങ്ങളും MT ഉസ്താദും മാലിക്കുട്ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെന്തായാലും സമസ്തൻ്റെ മുസ്ലിം ലീഡർഷിപ്പുള്ള ആളുകളല്ലേ. അവരെടുത്തൊരു തീരുമാനം ഒരു ഘട്ടത്തിൽ പോലും പൂർണ്ണമായും അംഗീകരിച്ച സംഭവം ഉണ്ടായിട്ടില്ല, ഭാഗികമായും ഇല്ല. അതിങ്ങനെ എന്തെങ്കിലും മുമ്പ് കൂട്ടിച്ചേർത്തിട്ട് ആണ് എന്ത് ചെയ്യുക, അംഗീകരിക്കുക. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഈ പിന്നെ ശരിക്കും വളാഞ്ചേരി മർക്കസിൽ നിന്നാണ് വാഫിയുടെ ആരംഭം. അത് തുടക്കം എന്താണെന്ന് വെച്ചാൽ വാഫിയല്ല, പട്ടിക്കാട് ജാമിയയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ കോളേജുകളുടെ ഒരു ഏകോപനം ഉണ്ടാക്കിയിട്ട് വളാഞ്ചേരി മർക്കസ് ആസ്ഥാനായി അതിന് പരീക്ഷയും കാര്യങ്ങളും നടത്തി പട്ടിക്കാട്ടേക്ക് 2 വർഷം പഠിക്കാൻ വിട്ടവരെ പൈസയായിട്ട് പുറത്തിറങ്ങുന്ന രൂപത്തിലുള്ള സംവിധാനമാണ് PP മുഹമ്മദ് ഫൈസിയൊക്കെ തുടക്കം കുറിച്ചത്. ആ സംവിധാനം ആകുന്നിടത്താണ് പിന്നെ അത് വാഫി സംവിധാനത്തിലേക്ക് മാറിയത്. സ്വന്തമായി അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യകാലത്ത് ഞാനതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് അതൊന്നും വിശദീകരിക്കാൻ കഴിയില്ല.
നിങ്ങൾ റഷീദിയ കോളേജിന്റെ റഷീദിയ കോളേജിന്റെ മാനേജർ എന്നുള്ള ഇത് അവിടെ കോഴ്സ് ഉണ്ടായിരുന്നു. അവിടെ കോഴ്സ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അതിന് മുൻകൈ എടുത്ത അന്ന് അഞ്ച് സ്ഥാപനം ഉണ്ടായിരുന്നു. PP ഉണ്ടല്ലോ, PP മുഹമ്മദ് വൈസി ഞാനും കൂടെ പിന്നെ പറപ്പൂരുള്ള പിന്നെ ഇദ്രീസ് മുസ്ലിയാർ സ്മാരക കോളേജിൽ രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം നമ്മൾ ആദ്യം പങ്കുവെക്കുന്നത്. അത് പിന്നെ ആ കാര്യം അറിയിക്കാൻ വേണ്ടി PP മുഹമ്മദ് വൈസി അന്ന് പിറ്റേന്ന് രാവിലെ സുബഹിസ്കരിച്ച് വളാഞ്ചേരി മർക്കസിലേക്ക് കുഞ്ഞുട്ടിയാജിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോയി. ഞാൻ റഷീദിയേക്കും പോന്ന്. അതിൻ്റെ ശേഷമാണ് വളവട്ടൂർ വെച്ച് ഇതിൻ്റെ ആദ്യത്തെ യോഗം ചേർന്ന്. അന്ന് PP മുഹമ്മദ് വൈസി ജനറൽ സെക്രട്ടറിയും ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡൻറ്റുമായിട്ട് അതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി ഉണ്ടാക്കി. അന്നൊന്നും CIC ഇല്ല. അന്ന് കോളേജ് പിന്നെ കമ്മിറ്റികളുടെ ഒരു കോർഡിനേഷൻ, ഹെഡ് ഓഫീസ് അത് സമസ്തന്റെ ജില്ലയുടെ സ്ഥാപനം എന്നുള്ള ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് തുടക്കം കുറിച്ച്. ആ സ്ഥാപനത്തിന് ഒരു പുരോഗതി ഉണ്ടാക്കുക. കുട്ടികളെ പട്ടിക്കാട് 2 വർഷം അവിടെ പഠിച്ചിട്ട് അത് പിന്നെ 1 വർഷമാക്കി തരണമെന്ന് അപേക്ഷ കൊടുത്തു. അത് അംഗീകരിച്ചില്ല. അങ്ങനെ ആ സമയത്താണ് പിന്നെ വാഫിയാക്കുക എന്നുള്ള തീരുമാനം വന്നത്. വാഫിയല്ല, നമ്മൾ തന്നെ സനത് കൊടുക്കാൻ തീരുമാനിച്ചത്. വാഫി ബിരുദം കൊണ്ടുവരാനുള്ള കുതന്ത്രങ്ങളെ സംബന്ധിച്ചാണ് ഹമീദ് ഫൈലി പിന്നീട് വിശദീകരിച്ചത്. അതൊക്കെ അതിന്റെ പിന്നിൽ കുതന്ത്രങ്ങൾ ഉണ്ടാവും. കാരണം 2 കൊല്ലം പട്ടിക്കാടില്ലാതെ 1 കൊല്ലത്തിന് പട്ടിക്കാട് കോളേജ് അംഗീകരിക്കൂലല്ലോ. അപ്പൊ അത് മനഃപൂർവ്വം തന്നെ പറഞ്ഞത് അത് അങ്ങനെ അത് അംഗീകരിക്കലുണ്ടാവില്ല. വെറുതെ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ കൊടുത്തു വെക്കാറിന് കൊടുത്തത് പാസ്സാകാത്ത പിന്നെ അത് വികാരപരമായി സംസാരിച്ച് അങ്ങനെ ഒരു വിഷയമാക്കിയൊക്കെയാണ്. അങ്ങനെയാണ് പിന്നെ സ്വന്തം സനത് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ സനത് അതിനിടയ്ക്ക് നിങ്ങൾ ഒരിക്കൽ എന്നോട് സംസാരിച്ചിരുന്നു, ഇതിങ്ങനെ പട്ടിക്കാട് ജാമ്യനോട് അഫിലിയേറ്റ് ചെയ്ത് വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചുള്ളൊരു കോർഡിനേഷനാക്കി മാറ്റാൻ എന്ന് തീരുമാനിക്കുമ്പോൾ PP ഉസ്താദ് ഗഫറല്ലാഹു ലഹു റഹിമഹു, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, പിന്നെ എന്തോ പിന്നെ CS സെക്രട്ടറി പരാമർശം നടത്തി. കാരന്തൂർ മർക്കസിനും ബദലായാണ് വളാഞ്ചേരി മർക്കസ് ഉണ്ടാക്കിയതെന്നും കാരന്തൂർ മർക്കസിനെ പൊളിക്കാൻ വേണ്ടിയാണ് വളാഞ്ചേരി മർക്കസ് ഉണ്ടാക്കിയതെന്നും മുമ്പാരോ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. ആ വളാഞ്ചേരി മർക്കസ് സമസ്തക്ക് നഷ്ടപ്പെട്ടു പോകുമോ? കാരണം നമ്മൾ ഉദ്ദേശിച്ചയാളല്ല ഹക്കീം ഫൈസി ആദിർശ്ശേരി, നമ്മൾ ഉദ്ദേശിച്ച സമസ്തക്കാരനുമല്ല ഹക്കീം ഫൈസി ആദിർശ്ശേരി എന്നാണ് PP മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞതായി വിശദീകരിക്കുന്നത്. വ്യക്തിപരമായിട്ട് PP പറഞ്ഞൊരു കാര്യമാണ്. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ സുബഹിസ്കരിച്ച് വന്നിട്ട് ചായ എടുക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറുന്ന സമയത്ത് PP എന്നോട് പറഞ്ഞ്, MP ഞാൻ ഇതിൻ്റെ പിന്നിൽ മറ്റൊന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒന്നും കാണുന്ന ഒരു സമസ്തയല്ല, അങ്ങനത്തെ ഒരു സമസ്തൻ്റെ ഒരാളല്ല ഹക്കീം ഫൈസി. മൂപ്പര് നമ്മൾ വളാഞ്ചേരി മർക്കസിലുണ്ടല്ലോ, അത് മർക്കസ് തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാകുമോ? അപ്പം നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നാൽ അതിന് രക്ഷപ്പെടുമല്ലോ എന്നുള്ള ഒരാശയം അന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ആണ് വ്യക്തിപരമായി അദ്ദേഹത്തെ മനസ്സിലാക്കി അന്ന് തന്നെ ഈ ദീർഘവീക്ഷണം കറക്റ്റ് അനുഭവം ഉണ്ട്. മൂപ്പര് നമ്മുടെ ലൈനിൽ ആദർശപരമായി 100% നമ്മുടെ ലൈനിൽ നിൽക്കുന്നില്ല. സമസ്ത 2 ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് അവർ ഉന്നയിച്ചത്. ഒന്ന് ആദർശപരമായ വ്യതിയാനം എന്ന് പറഞ്ഞാൽ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. രണ്ടാമത്തെ സംഘടനാപരമായ അച്ചടക്ക ലംഘനം. രണ്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അന്ന് തന്നെ അത് കറക്റ്റാണ് ആ തുടക്കത്തിൽ. പിന്നെ അതിൻ്റെ ശേഷം അതിന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ സനത് കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അത് സമസ്തയുടെ കീഴിലാണെന്നും അതുപോലെ വളാഞ്ചേരി മർക്കസാണ് ഇതിൻ്റെ ആസ്ഥാനമെന്നും സനദിൽ പ്രത്യേകം എഴുതണം എന്ന് അറിയിച്ചിരുന്നു. അത് ഞാൻ പറഞ്ഞതാ. ഈ വിഷയം പിന്നെ വെച്ചാൽ ഇത് സത്യത്തിൽ അവിടെ ചതി നടന്നിട്ടുണ്ട്. കാരണം പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അവറുകളാണ് വളാഞ്ചേരി മർക്കസിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹം പ്രസിഡൻ്റ് ആയിരിക്കെ പിന്നെ CIC എന്ന് പറഞ്ഞ് ഇതിനോട് അഫിലിയേറ്റ് ചെയ്യേണ്ട കോളേജുകളെ കൂട്ടിയിട്ട് വേറെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി ഒരു സ്വതന്ത്ര രജിസ്ട്രേഷൻ നടത്തുകയാണ്. ആ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം മുഹമ്മദ് ഷാഫി പ്രസിഡൻ്റായ സ്ഥാപനം ഈ ഒരു ഘടകമായി കീഴ്ഘടകമായി മാറുക. സത്യത്തിൽ ഇതിൻ്റെ കീഴിലാണോ മറ്റൊക്കെ വരേണ്ടത്. പകരം എന്താ ഇതിനെ ഈ കമ്മിറ്റിനെ കീഴടക്കി മാറ്റി അതിൻ്റെ സെക്രട്ടറിയായിട്ട് ആര് വരികയാണ്? ഹക്കീം ഫൈസി വരികയാണ്. ഇങ്ങനെ മാറ്റിയത് പിന്നെ പ്രശ്നമായി. അപ്പോൾ ഇത് മുഹമ്മദ് ഷാഫി അന്വേഷിക്കണോ? ഇല്ല. വളാഞ്ചേരി മർക്കസ് കമ്മിറ്റി അന്വേഷണോ? ഇല്ല. ഇത് സ്വതന്ത്ര രജിസ്ട്രേഷൻ ആക്കി പോകുകയാണ് എന്ന ഒരു തന്ത്രം അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ വന്നപ്പോൾ വിഷയമായി. പാണക്കാട് ഒരു ചർച്ചയായി ഹൈദർ ഷാഫിയുടെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് അന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ കോപ്പി റെഡി ലഭ്യമാണ്. ആ കോപ്പിയിൽ ശരിക്ക്
ഉത്തരവാദപ്പെട്ടവരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ടാക്കിയ ഫൈസി ഉൾപ്പെടെ ഹൈദർ ഷാത്തുകൾ ഉൾപ്പെടെ സൈദോമൻ നിസാമി ഉൾപ്പെടെ എല്ലാ പ്രധാനികളൊക്കെ മുഹമ്മദ് ഫൈസി ഉൾപ്പെടെ ഒക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിലുള്ള തീരുമാനമാണ്. അപ്പം എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വളാഞ്ചേരി മർക്കസ് തർബീയത്തുൽ ഇസ്ലാമിൻ്റെ കീഴിൽ എന്ന് ഈ സംവിധാനത്തെ സർട്ടിഫിക്കറ്റ് തന്നെ രേഖപ്പെടുത്തണം. അത് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ തീരുമാനം എഴുതി ഒപ്പിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനം പിന്നെ ഇവർ നടപ്പാക്കിയിട്ടില്ല. വീണ്ടും അതേപോലെ പോയി. കാരണം ഈ ഇവരെടുക്കുന്ന ഇപ്പോൾ നമ്മൾ ഉസ്താമാരും സാധികളും എടുക്കുന്ന തീരുമാനം പറഞ്ഞാൽ അന്നും പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹം അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പിന്നെ തിരിച്ച് പഴയ രൂപത്തിൽ തന്നെ പോയി. എന്നിട്ട് ഒരിക്കൽ തങ്ങൾ ഹൈദർ ശിഹാബ് തങ്ങൾ CS-ൻ്റെ സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളന്ന് അയക്കേണ്ട തീരുമാനിച്ചാലേ മർക്കസ് തർബീയത്തുൽ ഇസ്ലാമിൻ്റെ കീഴിൽ എന്ന് എഴുതണമെന്ന് സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് താങ്കൾ എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനും മൂപ്പര് ഒഴിഞ്ഞു മാറുന്ന മറുപടി വേഗം കൊടുക്കും. പക്ഷേ പോസിറ്റീവായ മറുപടിയല്ല. ഇത് സമസാഹിബിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ മലപ്പുറത്തുനിന്ന് കേട്ടിന് ആവശ്യമുണ്ടല്ലേ. ഇത് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊയ്നുൽ ശിഹാബ് തങ്ങളുടെ പ്രസംഗം ഓർക്കുകയാണ്. ചതി ഇനിയും നടക്കും ഉപയോഗിക്കാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാണ് സത്യം. അന്ന് നേരത്തെ ചതികൾ നടന്നിട്ട് പിന്നെയും ചതികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉസ്താമാരും പാവം സാദിഖ് ശിഹാബ് തങ്ങളും കൂടി ഈ തീരുമാനമെടുക്കും. പക്ഷെ അപ്പുറത്ത് എന്ത് ചെയ്യും, ചതിക്കും, വഞ്ചിക്കും, അവരെ ഇന്ന് രക്ഷപ്പെടും. ഈ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതൊന്നും തീർന്ന് അവസാനം പിന്നെയും മധ്യസ്ഥമാണെന്നു 6ാമത്തെ 7ാമത്തെ മത്സരം ഞാൻ ചുരുക്കണം, സമയം ഒരുപാടായി. പിന്നെ നമ്മുടെ സഫാരി ആബിദൊക്കെ ഉണ്ട്, സൈനുൽ ആബിദീൻ, നമ്മുടെ ഇപ്പോൾ ഷാർജയിൽ അതുപോലെ ഖത്തറിലൊക്കെ പിന്നെ വലിയ മാളുള്ള അദ്ദേഹം സമസ്തൻ്റെ വലിയൊരു ഗുണകാംക്ഷയാണ്. സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ്റെ മാനേജിങ് ഡയറക്ടറാണ്, ചെയർമാൻ. ഇവിടെയും പിന്നെ സമസ്തൻ്റെ ഒക്കെ ഒരു അടുത്ത മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരും ബന്ധമുള്ള ആളാണ് അദ്ദേഹം. ജിഫ്രി തങ്ങളും സാദിഖ് അലി തങ്ങളും രണ്ടുപേരും പിന്നെ ദുബൈയിൽ പ്രോഗ്രാമിലുണ്ടായപ്പോൾ ഈ പ്രശ്നം തീർത്തേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് രണ്ടാളും എടുത്തു. സംസാരിച്ചിട്ട് ഒരു റൂമിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിക്കും, തീരുമാനം ഉണ്ടാക്കിയായിരുന്നു. വേറെ ആരും റൂമിൽ പോകണ്ടായിരുന്നു. അരമണിക്കൂർ ഇരുന്നു. നാട്ടിൽ വന്ന് പൂർത്തിയാക്കി തീരുമാനിക്കാൻ തന്നു. അങ്ങനെ നാട്ടിൽ വന്ന് 3 മാസത്തിനകം 4 റൗണ്ട് ചർച്ച നടത്തി സമസ്തൻ്റെ നേതാക്കന്മാരും സാദിഖ് അലി ശിഹാബും കുഞ്ഞാലി സാഹിബൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇത് 9 തീരുമാനം എടുത്തു. ഈ 9 തീരുമാനം എടുത്തിട്ട് അവസാനം കുഞ്ഞാലി സാഹിബ് എഴുന്നേറ്റ് പറഞ്ഞു, ഇത് 9 ഇനി അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ സെനറ്റ് കൂടി പാസ്സാക്കി സമസ്തക്ക് തരികയാണെങ്കിൽ പിന്നെ സമസ്തൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ പ്രശ്നമൊന്നും അവിടെ തീരണം കിട്ടും പറഞ്ഞു ചിരിച്ചുകൊണ്ട്. പിന്നെ പറഞ്ഞു ഓക്കെ ആയിരുന്നു. അല്ല ഇതും ഇനി ഇവർ അംഗീകരിക്കണം, കുറേ കാലം ഇതിൻ്റെ ബാക്കിൽ അംഗീകരിക്കണമെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക. അങ്ങനെ പറഞ്ഞാൽ തീരുമാനമാക്കിയത്. വലിയ പ്രതീക്ഷ എല്ലാവർക്കും. പറഞ്ഞ പോലെ പത്രത്തിൽ വാർത്ത തന്നു, സമസ്ത മധ്യസ്ഥന്മാർ തീരുമാനം സമസ്ത എന്ന കത്ത് പ്രകാരം എല്ലാം അംഗീകരിച്ചു, സെനറ്റ് കൂടി എന്നാണ് പത്രത്തിൽ വാർത്ത വന്നു. നമ്മൾക്ക് ആശ്വസിച്ചു, ഈ പ്രശ്നം തീർന്നല്ലോ എന്ന്. പക്ഷേ ഉണ്ടായെന്താണെന്ന് വെച്ചാൽ സമസ്തൻ്റെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി സമസ്തൻ്റെ ഇത് സംബന്ധിച്ച സബ് കമ്മിറ്റി ഈ കത്ത് പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ ഈ 9 കാര്യങ്ങൾ 6 അതിൽ എഴുതി തന്നുകൾ. 6 അവരെ വക വെട്ടിമാറ്റിയിട്ട് വ്യത്യസ്ത രൂപത്തിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റി. മധ്യസ്ഥ ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല. അതിനൊക്കെ ഒരു ധൈര്യമാണല്ലോ. നമ്മളൊക്കെ പാണക്കാട് തങ്ങന്മാർ ഒരു സൂചന എന്നാൽ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. പാണക്കാട് തങ്ങളാണ് വലിയ ഉസ്താദുമാർ, ജിഫ്രി തങ്ങൾ, ഇങ്ങനത്തെ വലിയ വലിയ ആളുകൾ എന്തെങ്കിലും സൂചിപ്പിച്ചാൽ നമുക്ക് എതിര് പറയാൻ വലിയ പടിയാണ്. ഇത് ഇത്രയും വലിയ ആളുകൾ അവരെ വിലപ്പെട്ട സമയം ചിലവാക്കി 2-3 മാസത്തിൽ വിവിധ ഡേറ്റുകളിൽ ഇരുന്നിട്ട് 8-9 തീരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ തീരുമാനങ്ങൾ പച്ചയായി ലംഘിച്ച് തിരിച്ചെഴുതി കൊടുക്കണമെങ്കിൽ ഒരു വലിയ ധൈര്യം തന്നെ വേണമല്ലോ. ശരിയാണ്, തീർച്ചയായിട്ടും. ഒന്നാമത്തെ സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ തീരുമാനം എന്തായിരുന്നോ, വഫിയ സംവിധാനവും CIC-യും പൂർണ്ണമായും സമസ്ത കേരള ജമ്മിയത്തിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തേണ്ടതാണ്. സ്വാഭാവികമല്ല അങ്ങനെ തീരുമാനം. അതിൽ പോലും ഒരു വെട്ടിമാറ്റി. എന്താ അവരെഴുതിയിരുന്നോ, അത് വെട്ടിയിട്ട് വേറെ എഴുതിയത്, വഫിയ സംവിധാനവും CIC-യും പൂർണ്ണമായും സമസ്ത കേരള ജമ്മിയത്തും അംഗീകരണ സുന്നത്ത് ജമാഅത്തിന്റെ താല്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾ വിധേയമായി നടത്തേണ്ടതാണ്. സമസ്ത അംഗീകരിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ ലോകത്ത്. സമസ്തൻ അംഗീകരിക്കൂല, സുന്നത്ത് ജമാഅത്തിന് സമസ്തൻ അംഗീകരിക്കൂല. അത് പല കത്തിലും അവർ തന്നിട്ടുണ്ട്. സമസ്തയുമായി ഞങ്ങൾക്ക് സംഘടനാ ബന്ധമല്ല, ആദർശ ബന്ധമുള്ളത്. അപ്പോൾ സമസ്തന്റെ സുന്നിനെ ഞങ്ങൾ അംഗീകരിക്കും, സമസ്തയെ ഉപദേശം ദ്യൂല അംഗീകരിക്കൂല. ഈ തരത്തിലൊക്കെ വെട്ടിമാറ്റി എഴുതി. ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും ആരുടെ തെറ്റ്? ഇതിലിപ്പോൾ സമസ്തന്റെ നേതാക്കന്മാരെയോ പാണക്കാട് തങ്ങളെയോ കുഞ്ഞാലി സാഹിബിനെ ആരും കുറ്റം പറയാൻ പറ്റുമോ? പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ സത്യമൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടും
നിങ്ങൾ ഇതുവരെ അത് മിണ്ടാതെന്ന് എന്താണെന്ന് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങളങ്ങനെ മിണ്ടാത്ത ഒരാളൊന്നുമല്ല. ഞാനിതേ ഇതൊക്കെ പറയുമ്പോൾ ഇതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തടസ്സമാണ്ട് ആർക്കെങ്കിലും വേദന ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഒരുപാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തീരട്ടെ, കാരണം ഇതൊക്കെ മറച്ചു വെക്കാം, എന്നിട്ട് തീർന്നു കിട്ടിയ അൽഹംദുലില്ലാഹ് ഖൈർ. കാരണം ഒരു വലിയ സംവിധാനമാണല്ലോ ഇപ്പോൾ ഈ താഴെ തട്ടിൽ ലക്ഷക്കണക്കിന് സുന്നികളായ മുസ്ലിം ലീഗുകാരായ മുസ്ലിങ്ങൾ തമ്മിലടിക്കുന്ന ഈ ഒറ്റ പ്രശ്നത്തിൻ്റെ പേരിലാണല്ലോ. അപ്പോൾ അത് തീരുകയാണെങ്കിൽ തീർന്നോട്ടെ, നമ്മളിതൊന്നും പറഞ്ഞ് പുറത്തറിയിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ശ്രമിച്ചത്. ഇതിപ്പോൾ ഈ അടുത്ത ചാനലിൽ കുറച്ചൊരു ദിവസം വളരെ മോശമായി ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അവർക്ക് അതിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ നിജസ്ഥിതി കൊണ്ട് പറയാൻ തയ്യാറായിരുന്നേ ഉള്ളൂ. ശരി. അത് മാത്രമല്ലേ, ഇവിടെ ഈ വാഫി വിഷയങ്ങളിലേക്ക് ആരെന്ത് സൂചന നൽകി നമ്മൾ ഒരു വിഷയം സംസാരിക്കുകയാണെങ്കിലും അത് ലീഗ് സമസ്തയിലെ പ്രവർത്തകർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിട്ട് അവരോട് വേർതിരിച്ച് വേറെ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് വെറുതെ. ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ആരും ലീഗിനെതിരോ സമസ്തക്കെതിരോ പരസ്പരം ഇല്ലല്ലോ സത്യത്തിൽ. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇത് ഇവരെ കുതന്ത്രമാണ്. തീർത്തും സമസ്ത കേരള ജംഇയ്യത്തുലമയും CIC-യും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏതുപോലെ വെച്ചാൽ നമ്മൾ CH സെൻ്റർ ഇല്ലേ, കോഴിക്കോടുണ്ട്, പല സ്ഥലത്തും ഉണ്ട്, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഫണ്ടും കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ലീഗാണ്. ഗൾഫിലുള്ള ലീഗിൻ്റെ KMCC കമ്മിറ്റികളാണ്. ഇവിടെ നടത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലൂടെ നടത്തുന്ന ഒരു 14-15 ആൾക്കാരുണ്ട്. അവർ സുപ്രഭാതത്തിൽ ഒരു കമ്മിറ്റി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ സ്വന്തമാണ്, ഞങ്ങൾക്ക് ലീഗിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ്, ലീഗിൻ്റെ ഉപദേശ ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അത് അംഗീകരിക്കുമോ? ഇല്ലല്ല. ഇതേപോലെയാണ് സമസ്തൻ്റെ തണലിൽ ഈ സ്ഥാപനങ്ങൾ ഫുള്ള് ഉണ്ടാക്കി വളർത്തി കൊണ്ടുവന്ന് സമസ്തൻ്റെ കുട്ടികളല്ലേ പഠിക്കുന്നത്, ഈ സമസ്തൻ്റെ അധ്യാപകരും സംവിധാനങ്ങളും അല്ലേ. അതൊരു സുപ്രഭാതത്തിൽ ഇതിൽ സമസ്തക്ക് റേറ്റും ഇല്ല ആരും അംഗീകരിക്കുമോ? ഇതാണ് പ്രശ്നം. അല്ല മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ എന്താ പ്രശ്നം? മുസ്ലിം ലീഗും സമസ്തയും പാണക്കടത്തങ്ങന്മാരും തമ്മിൽ പ്രശ്നം പഴയ ബന്ധം തുടരേണ്ടതല്ലാതെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനൊക്കെ ഏറ്റവും വലിയ ലീഗ് വിരുദ്ധനാണ് എന്നെ വലിയ ആരോപിക്കപ്പെടുന്നുണ്ട്, പാണക്കാടത്തങ്ങന്മാരെ വിരുദ്ധനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സത്യങ്ങളും ഞാനും തമ്മിൽ നിങ്ങൾക്ക് എന്നെ കുറേ കാലമായിട്ട് അറിയാലോ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാണക്കാട് തങ്ങന്മാരെ കുറിച്ചൊരു മോശമായ വാക്ക് എഴുതുകയോ പറയുകയോ സ്വകാര്യമായി പങ്കുവച്ച് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അത്ര വലിയ ബഹുമാനമാണ് അവരോട്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരു വളരെ റെസ്പെക്റ്റഡ് ആയ ആളുകളാണ് അവർ. തീർച്ചയായിട്ടും. ഈ മുസ്ലിം ലീഗിനെതിരെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വാക്ക് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ മുസ്ലിം ലീഗിലെ വളർന്നു വരുന്ന വിദ്യാർത്ഥി ജീവന നേതാക്കൾ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ശരീഅത്തിനെതിരെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അത് തെറ്റാണ് ചൂണ്ടിക്കാണെങ്കിൽ നമ്മൾ സംഘടന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ചെയ്യാൻ നമ്മൾ ബാധ്യത അത്ര മാത്രമാണുള്ളത്. അതവരംഗീകരിക്കും ചെയ്യും. അതെ. ശരി, കുറേ സംസാരിച്ചു. ഓക്കെ, സന്തോഷം. ഇൻഷാല്ലാ. ജസാക്കല്ലാഹ് ഖൈറ. ആമീൻ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.